വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണെന്ന് ഈശോ പറയുമ്പോഴേ അത് തന്നെ ഗെത്സെമനിലാവും പറയണത്. അപ്പാ 34 14:34 എന്താണ്? അപ്പാ മർക്കോസിൻ്റെ 14:34 എന്താ പറയണത്? അപ്പാ അങ്ങക്കെല്ലാം സാധ്യമാണ്. മർക്കോസിൻ്റെ 14:34 അങ്ങക്കെല്ലാം സാധ്യമാണെന്ന് ഈശോ പറയുമ്പോൾ അത് തന്നെയാണല്ലോ ഇപ്പോൾ ഈശോ 9:20 മർക്കോസിൻ്റെ 9:23 പറയണത്. എന്താണ്? വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോ അപ്പായിലുള്ള അനന്തമായൊരു വിശ്വാസിയാണ്. പുത്രൻ തമ്പുരാൻ പിതാവായ ദൈവത്തിൽ എങ്ങനെയാണ് വിശ്വസിക്കണത്? ദൈവവേദലേ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിലെ ക്ലേശ ദുഃഖ ദുരിതങ്ങൾ വരുമ്പോൾ അതുപോലെ വിശ്വസിക്കാൻ അഭിഷേകം തരാനുള്ള സാധ്യതയുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായി ദൈവമേ, പിതാവായ ദൈവത്തില് പുത്രൻ തമ്പുരാൻ വിശ്വസിച്ചതുപോലെ എൻ്റെ ചോരവിയർപ്പിൻ്റെ കാലങ്ങളില് അതുപോലെ വിശ്വസിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ അവിശ്വാസത്തെ പരിഹരിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഈ ഭാഗികമായ ബോധ്യമില്ലേ? ഇപ്പം നമ്മൾ വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് എന്താ വേണ്ടത്? എല്ലാ കാര്യങ്ങളും വാഗ്ദാനത്തിലല്ലേ ഇരിക്കണത്. ഇപ്പം നിൻ്റെ വിവാഹവും നിൻ്റെ മക്കളും നിൻ്റെ ജോലിയും നിൻ്റെ രോഗസൗഖ്യവും എല്ലാ ഭൂമിയിലൊരു മനുഷ്യന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ദൈവം നൽകിയിരിക്കുന്നത് വാഗ്ദാനത്തിൻ്റെ പേരിലാണ്, വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ്. ഈ വാഗ്ദാനമാണ് നമ്മൾ പ്രാപിക്കുന്നത്. പ്രാപിക്കുന്നത് എന്താണ്? പണ്ട് മുതലേ ഉള്ള, അതായത് ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എന്ത് ചെയ്യണം? സർവ്വേശ്വര പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പക്ഷെ എന്താണ് അപേക്ഷിക്കണമെന്നൊരു പിടിയില്ല. അതാണ് ഉടമ്പടിയായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. പിടിയിട്ടില്ലേ? നമ്മളെപ്പോഴും ആ പ്രാർത്ഥന ചെല്ലണം, ആ സുഹൃത്ത് ജപം. പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കണം? എന്ത് പ്രാർത്ഥിക്കണം? ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ്. കാര്യം ഉടമ്പടി വാഗ്ദാനത്തിനെ പ്രാപിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ വാഗ്ദാനത്തെ പ്രാപിക്കുമ്പോൾ ഈ ഉടങ്കൊല്ലി അപസ്മാര വിശ്വാസം അങ്ങോട്ടാണ്. അവൻ്റെ പേര് അപസ്മാര വിശ്വാസമാണ് അവനുള്ളത്. നിനക്ക് വല്ലതും കഴിയുമെങ്കിൽ ചെയ്യാൻ. കഴിവില്ലെങ്കിൽ ഈ ശവത്തിൻ്റെ കൂടി ഞാൻ പോയിക്കൊള്ളാമെന്നാണ് പറയണതേ. അതാണ് എൻ്റെ സെക്കൻഡ് പോയിന്റ് വായിക്കുമ്പോൾ നമുക്ക് വിഷമം വേണതേ. അയാളുടെ വർത്തമാനത്തിൽ ഞാനാണ് കർത്താവെങ്കിൽ അവരുടെ കാര്യം പോയിച്ചു കളഞ്ഞു. ഞാൻ എനിക്കറിയാം അവന് വിശ്വാസമില്ലെന്ന്. നിനക്ക് വല്ലതും കഴിയുമെങ്കിൽ ചെയ്യാൻ വെച്ചാൽ കഴിവില്ലെങ്കിൽ ഞാൻ ഈ സാധനത്തിനായിട്ട് കെട്ടിയെടുത്തുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് വീട്ടിൽ പോയിക്കൊള്ളാം. ഇങ്ങനെ ഭാഗികമായ വിശ്വാസം, അത് ഈശോ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറഞ്ഞു. കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവരെല്ലാം സാധിക്കും. അപ്പോൾ ഈശോ എന്താ പറയണത്? എന്നിട്ട് ആ മനുഷ്യൻ ഈശോ അയാളുടെ സംസാരിച്ച ബാക്ക് വെളിവായി. അയാൾ പറയും, കർത്താവേ എൻ്റെ അവിശ്വാസത്തെ പരിഹരിച്ചെന്നെ സഹായിക്കണമേ. അതാണ് സംഭവം. അതായത് അവിടുത്തെ വിഷയം എന്താണ്? ആ കഴിയുമെങ്കിലെന്നോ ചോദിക്കാൻ കാര്യം എന്താണ്? അവിശ്വാസമാണ്. അതാണ് 9:24 മർക്കോസ് 9:24 എന്താണ്? കർത്താവേ സോറി, എൻ്റെ അവിശ്വാസത്തെ പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അപ്പോഴേ എല്ലാ വിഷയങ്ങൾക്കും ഈ പരിഹരിക്കാനുള്ളൊരു വിഷയമാണ് അവിശ്വാസം. ഇപ്പം നീ ഓർക്ക് എൻ്റെ മകനാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയത്തില്ലായിരുന്നു ഈശോയോട്, പണിയായിരുന്നേനോ. എൻ്റെ മകളെയാണ് ഞാൻ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നത്, ഞാൻ ഇയാളപ്പോൾ ഇങ്ങനെ പറയത്തില്ലായിരുന്നു എന്നായിരിക്കും ചിലപ്പോൾ നിനക്കിപ്പോൾ തോന്നണത്. പക്ഷേ അക്കാര്യത്തിൽ നീ പറയത്തില്ല, വേറൊരു കാര്യം പറയുമ്പോൾ നീ പറയും. അതിനേക്കാൾ കുറച്ചുകൂടി ഗ്രാവിറ്റി ഉള്ളൊരു വിഷയം വരുമ്പോൾ വിശ്വാസം, അതായത് നിനക്ക് എന്ത് സംഭവിക്കുന്നു, നിൻ്റെ ജീവിതത്തിലെ ഏത് തരത്തിലുള്ള ഭാരം വരുന്നു. ഇപ്പോൾ 2 കിലോ ഭാരമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നീ ഇതുപോലെ തന്നെ അത് മേക്കപ്പ് ചെയ്യും. പക്ഷേ 20 കിലോ ഭാരം വന്നാൽ എന്ത് ചെയ്യും? അതായത് നിനക്കിപ്പോൾ 20 കിലോ ഭാരമാണ് ഉള്ള ഒരു ജീവിത പ്രശ്നമാണ് വന്നിട്ടുണ്ടെങ്കിൽ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ അവിശ്വാസത്തെ പരിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിന്നെ 20 കിലോ ഭാരം എടുത്തിട്ട് നിന്നെ കൂനി പിടിച്ച ആളായിട്ട് നടത്താനല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കണം. അതായത് നിൻ്റെ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാൻ നേരത്ത് ആ വിശ്വാസം 20 കിലോ അല്ലെങ്കിൽ 25 കിലോ
നിൻ്റെ കുടുംബജീവിതത്തിൽ ഒരു ഭാരം ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്? നിൻ്റെ ഈ 10 കിലോ എടുക്കാൻ പറ്റിയ വെയിറ്റിൽ നിന്ന് നിന്നെ അത്രയും വശത്തേക്ക് നിന്നെ ഉയർത്താൻ ഉദ്ദേശിക്കുന്നു. അവിശ്വാസത്തെ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നു. അതാണ് ഞങ്ങൾ പറഞ്ഞത്, എൻ്റെ അവിശ്വാസത്തെ പരിഹരിച്ച്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ അവസ്ഥ ഞാൻ ഓർക്കുകയും, ഈ രക്തസ്രാവക്കാർ രോഗിയില്ലേ, അവരുടെ വിശ്വാസം പറയണത് നിൻ്റെ ഈശോ എന്താ പറയണത്? നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? അവൾ എന്തെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടേത് മാത്രമാണ്. മനസ്സിലായില്ലേ? മറ്റുള്ള ആൾക്കാർ ഉടമ്പടി എടുത്തിട്ട് അവരെ കണ്ടിട്ട് ഉടമ്പടി എടുക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടേ. നിങ്ങൾ ആദ്യം ഇപ്പോൾ ഉടമ്പടി എടുക്ക്, നിങ്ങൾക്ക് വല്ലതും നടക്കുമോ ഇല്ലെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന്. വെറുതെ എന്തിനാ വണ്ടിക്കാശ് കളയണമെന്നാണ് അവരുടെ മനസ്സിലിരിക്കുന്നത്. അത് പറയത്തില്ല. അങ്ങനെയുള്ളവന്മാരെ അത് അവിടെ പ്രശ്നം കണ്ടേ. അതായത് നിങ്ങൾ എപ്പോഴും ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ദൈവം അറിയും. അല്ലേ? 139 സങ്കീർത്തനത്തിൽ അങ്ങനെയില്ലേ? ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വന്നാൽ എന്ന് വെച്ചാൽ ദൈവത്തെ പരീക്ഷിക്കുന്ന രീതിയിൽ. അതായത് നമ്മുടെ ഇത് ഇപ്പോൾ രക്തസ്രാവമൊക്കെ ഒരു രോഗി എന്താ ചെയ്യണത് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ലൂക്കാസ് വിശേഷം 8:15 വിശുദ്ധ ലൂക്ക 8:15 എന്താ പറയണത്? ഈ അമ്മമാരില്ലേ, അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമല്ലേ ഈശോൻ്റെ അടുത്ത്. അപ്പോഴെന്ത് ചെയ്യും അപ്പോസ്തലന്മാർ? മാറ് എന്ന് പറഞ്ഞത് തിക്കി തള്ളി മാറ്റും. കർത്താവിനെ തൊടല്ലേ, ഈശ്വരനെ തൊടല്ലേ, മാറി. കാര്യം എന്താ? ഇവന്മാർക്ക് വിശന്ന് കാണും, അതായിരിക്കും സംഭവം. ഇനി ഈ അമ്മമാരെ അടിച്ച് തല്ലി ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പട്ടിണി കിടക്കും. അതാണ് വിഷയം. അപ്പോൾ അവർ ഈ അമ്മമാരെയും കുഞ്ഞുങ്ങളെയൊക്കെ ഓടിച്ചിട്ട് വരും. അപ്പോൾ ഈശോ പറയും, അവരത് ഓടിച്ച് ഡിസ്റ്റർബ് ചെയ്യല്ലേ, അവരെ തള്ളി മാറ്റല്ലേ, കുഞ്ഞുങ്ങളെ അടുത്ത് വരാൻ അനുവദിക്കും, അവരെ തടയരുതെന്നൊക്കെ ഈശോ പറയും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, എന്താണ് ഈ ഈശോ ചുറ്റും നിൽക്കുന്ന അപ്പോസ്തലന്മാരുടെ പോലും നേച്ചർ ഇതാണ്. എന്താ നേച്ചർ? കർത്താവിനെ തൊടാമെന്നെ ആൾക്കാരെ തള്ളി മാറ്റുകയാണ്. ആ സ്ഥലത്താണ് ഈ രക്തസ്രാവ രോഗി വരുന്നത്. വല്ല പണിയും നടന്ന് കാണുമോ? കർത്താവ് അവൾ സുഖപ്പെട്ട് കഴിഞ്ഞ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ചോദിക്കുന്നത്? ആരാണ് എന്നെ തൊട്ടത് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അപ്പോസ്തലന്മാർ പറയണത്? 8:45 വിശുദ്ധ ലൂക്കാസ് വിശേഷം 8:45 എന്താ പറയണത്? ജനം മുഴുവനും നിന്നെ തിക്കിഞ്ഞിരിക്കുകയല്ലേ. അതാണ് സംഭവം. ജനം മുഴുവൻ നിന്നെ തിക്കിഞ്ഞിരിക്കുകയല്ലേ. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ജനം തിക്കിഞ്ഞിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആരെ തൊട്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതായത് പല ആൾക്കാരും തൊടുന്നുണ്ട്. അതാണ് പ്രശ്നം. പല ആൾക്കാരും തൊടുന്നുണ്ട്. ചില ആൾക്കാർ ചിലപ്പോൾ കർത്താവിനെ തള്ളി മറിച്ച് കർത്താവിൻ്റെ മേത്തിടുന്നുണ്ട്. ചില ആൾക്കാർ വട്ടം തല്ലി നിൽക്കുന്നുണ്ട്. കാല് മുമ്പോട്ട് പോകുന്നതോറും കാല് മടക്കി വീഴുമല്ല. അങ്ങനെ പല അംഗങ്ങളവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനം തിക്കിയിട്ട്. പക്ഷെ അവരാരും സുഖപ്പെടുന്നില്ല. ഇവളിങ്ങനെ കർത്താവിനെ തൊടാൻ വേണ്ടി വരണ സമയത്തായിരിക്കും ഒരു തള്ളു വരുന്നത്. അപ്പോൾ തള്ളു അവൾ പുറയിലായി. പിന്നെ അവളിങ്ങനെ അതിൻ്റെ അടുത്ത് നുളഞ്ഞും പിന്നെയും വന്ന് കർത്താവിനെ തൊടാൻ നേരത്ത് അപ്പോൾ അടുത്ത തള്ളു വരും, തിക്കൽ വരും. പിന്നെ അവളെ കർത്താവ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഇവൾക്ക് തൊടാൻ വേണ്ടി നിന്ന് കൊടുക്കുകയാണ്. അങ്ങനെയല്ല, കർത്താവ് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു 5-8 പ്രാവശ്യമെങ്കിലും ഈ രക്തസ്രാവക്കാർ രോഗി കർത്താവിനെ തൊടാൻ വേണ്ടി പല അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് അവിടെ. ഈ തിക്കലും ഞെരിക്കലും അത് 7 അറ്റംപ്റ്റങ്ങളങ്ങനെ പരാജയപ്പെട്ടു പോകും. എന്നാലും അവൾക്കൊരു തീരുമാനമുണ്ട്. എന്താണ് അവിടെ തീരുമാനം? എന്താ? അതായത് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് തൊടാനിടയായാൽ താൻ സൗഖ്യം പ്രാപിക്കുമെന്നുള്ളിൽ കരുതിയിരുന്ന. അതുകൊണ്ടാണ് 1 കിലോമീറ്റർ മുമ്പ് തൊടാൻ തുടങ്ങിയ പാർട്ടിയാണിത്. 5-8 പ്രാവശ്യം ഇപ്പം തൊട്ടില്ലെന്നാകുമ്പോൾ തള്ളിപ്പോവും. പക്ഷേ എന്നിട്ട് അവിടെ അറ്റംപ്റ്റ് കളയണില്ല. ഒരു വിശ്വാസിയുടെ നിലപാടാണത്. രക്തസ്രാവ രോഗിയെ അവിടെ സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ അവൾ കൈകുപ്പി പറയും. അപ്പോൾ പറയണ ഈശോ എന്താ പറയണത്? നിൻ്റെ വിശ്വാസം നിന്നെ. കാര്യം എന്താണ്? ഒറ്റ അറ്റംപ്റ്റിലല്ല, പല അറ്റംപ്റ്റ് നടത്തി പരാജയപ്പെട്ടു. പല ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടിട്ടും അവൾ പിന്തിരിയാതെ നിന്നതാണ് അവളുടെ വിഷയം. ഈ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര പ്രാവശ്യം നമ്മൾ പ്രാർത്ഥന ചൊല്ലി നടന്നില്ല, വീണ്ടും പ്രാർത്ഥന ചൊല്ലി നടന്നില്ല, വീണ്ടും പ്രാർത്ഥന ചൊല്ലി നടന്നില്ല. പക്ഷെ നടക്കാതെ വരുമ്പോൾ നടക്കണ വരെ ഇവളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്.
അവസാനം 8ാമത്തെ പ്രാവശ്യം ഇവൾ കർത്താവിനെ തൊടും. അപ്പോഴവൾ സൗഖ്യം പ്രാപിക്കും. പക്ഷെ അപ്പോൾ ഈശോ എന്നാ പറയണത്? നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇത് ഇവളുടെ പൂർണ്ണ വിശ്വാസമാണ്. അതാണ് ഈ ഭാഗിക വിശ്വാസമുണ്ട്. മറ്റേ ചേട്ടൻ്റെത് ഭാഗിക വിശ്വാസമാണ്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, നിനക്ക് കഴിയുമെങ്കിൽ ചെയ്യാൻ പറയുന്നത് ഭാഗിക വിശ്വാസമാണ്. അണ്ണന്മാർക്കൊരു 90% മനുഷ്യർക്കും ഭാഗിക വിശ്വാസക്കാരാണ്. ഈ ഭാഗിക വിശ്വാസത്തിൻ്റെ 90%-നെയാണ് ഉടമ്പടി ടാസ്ക് ആൻഡ് ടാർഗറ്റ്. ഈ ഭാഗിക വിശ്വാസത്തിൽ കഴിയുന്ന 90%-നെയാണ് നമ്മൾ ഉടമ്പടി പ്രോജക്റ്റിലോട്ട് വെച്ചിട്ട് പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യണത്. പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യും. കാര്യം എന്താ? ഉടമ്പടിയുടെ ഫോർമുല അവകാശം, അനുഗ്രഹത്തെ അവകാശമാക്കുന്ന ഫോർമുലയാണ്. പക്ഷേ ഈ അവകാശമാക്കുന്ന സമയത്ത് എന്താ സംഭവിക്കണത്? ഇവന് ഈ ദൈവവചന ധ്യാനം കാരണം, ആൾക്കാരുടെ സാക്ഷ്യം കൊണ്ട് ഇവരെന്ത് സംഭവിക്കണം? ഉടമ്പടി എടുത്തവർ നിർബന്ധമായിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയണത്? നിങ്ങൾ ചൊവ്വാഴ്ച ഉള്ള ഒരു 4 ചൊവ്വാഴ്ച ഉണ്ടെങ്കിൽ 4 ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം ഉണ്ടാവും. 4 ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരു ദിവസം 3 സാക്ഷ്യമെങ്കിലും നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് അറിയാവോ? അതായത് നിങ്ങൾ ഈ 90% കൂടെ ഉള്ള ആൾക്കാരാണ്. എന്താണ്? നിനക്ക് കഴിയുമെങ്കിൽ എൻ്റെ മകനെ സഹായിക്കാൻ. അവിശ്വാസത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട് കുറച്ച്. പക്ഷേ രക്തസ്രാവക്കാരി രോഗി എന്താണ്? പരപ്രാവശ്യം തള്ളി പുറത്തോട്ട് മാറുമ്പോഴും എന്നാൽ വീട്ടിൽ പോയേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയിരുന്നില്ല. അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് എപ്പോഴാണ് തൊടാൻ പറ്റണത്? തൊടാൻ പറ്റുമെന്ന് അവിടെ ഉള്ളിലൊരു പ്രത്യാശയുണ്ട്. തൊട്ടാൽ സൗഖ്യപ്പെടുമെന്ന് അവൾക്കൊരു വിശ്വാസമുണ്ട്. അതൊരു വിശ്വാസിയുടെ ഒരു മാതൃകയാണ് ഇവളെ. അതിനകത്ത് ശരണമുണ്ട് ശരിക്കും. കാര്യം പല പ്രാവശ്യം തൊടാൻ വന്നിട്ട് തൊട്ടില്ലെന്ന് പറഞ്ഞ സമയത്ത് പോകും. പക്ഷേ എന്നിട്ടും അവൾ പോകാതെ വീട്ടിൽ പോകാതെ നിൽക്കുകയാണ് അവൾ ശരിക്കും. അപ്പം അതുകൊണ്ടാണ് ശരണം അതിനകത്തുള്ളത്. എന്നിട്ടാണ് ഈ ശരണവും വിശ്വാസവും കർത്താവിനോടുള്ള അടുപ്പവും എല്ലാം കൂടിയാണ് അവൾ പറയണത് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയണത്. അതെന്ന് പറയണത് ഭാഗിക ബോധമല്ല, അത് പൂർണ്ണമായൊരു ബോധമാണ്. വാഗ്ദാനം പ്രാപിക്കാൻ ഈ പൂർണ്ണ ബോധം ഉണ്ടാകണം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നിങ്ങൾ ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർ മറ്റേ വസുമാര രോഗിയുടെ അപ്പനെപ്പോലെ കാണിക്കരുത്. മറിച്ച് ഈ രക്തസ്രാവ രോഗിയെപ്പോലെ ഒരു പൂർണ്ണ അവബോധം ഉണ്ടാകണം. ഈ കർത്താവിൻ്റെ വസ്ത്രത്തിന് വിളിമ്പിൽ ഏതെങ്കിലും തൊട്ടാൽ മതി താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് പറയുന്നത് പൂർണ്ണബോധമാണ്. പൂർണ്ണബോധം ഇത് അതായത് വാഗ്ദാനത്തിന് ഏറ്റവും എനിക്കാണത് പൗലോസ് അപ്പോസ്തലനാണ് ഇതിൻ്റെ ആൾ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഭാഗിക ബോധം കൊണ്ട് ശരിയാകത്തില്ല, വാഗ്ദാനം പ്രാപിക്കാൻ പൂർണ്ണമായ യേശു ആരാണെന്നുള്ള പൂർണ്ണമായ ബോധം. എനിക്കാണ് 4:21 വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. പറഞ്ഞേ, വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതാണ് സംഭവം. അതായത് ആരുടെ കാര്യമാണ് പറയണത്? എബ്രാഹത്തിൻ്റെ കാര്യമായി പറയണത്. എബ്രാഹത്തിൻ്റെ വിശ്വാസം അവന് നീതിയായിട്ട് പരിഗണിച്ചു എന്ന് പറയണില്ലേ? അതിൻ്റെ കാരണം എന്താണ്? ഇയാളുടെ പൂർണ്ണ ബോധ്യമാണ്. ഒക്കട്ട അങ്ങനെയല്ല, കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞല്ല പുള്ളി വീടിന്ന് പോരണത്. എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന സ്ഥലം, വാഗ്ദാന നാട് ദൈവം എനിക്ക് തരും. എൻ്റെ മക്കളില്ലാത്ത 75-ാമത്തെ വയസ്സിലാണ് ഞാൻ നിൽക്കണത്. പക്ഷെ എനിക്ക് മക്കളെ തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. അത് പൂർണ്ണ ബോധ്യമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി വാഗ്ദാനത്തിന്റെ പ്രാർത്ഥനയാണ്. ആ വാഗ്ദാനം പ്രാപിക്കാൻ അബ്രാഹത്തെ പോലെ എനിക്ക് വേണ്ടത് പൂർണ്ണ ബോധ്യമാണ്. അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ മധ്യസ്ഥത്താൽ വാഗ്ദാനം പ്രാപിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യത്താൽ ഈ ആരാധന നിമിഷം ഇപ്പോഴേ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ.
പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവര്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇപ്പം എന്താണ്? പൂർണ്ണ വിശ്വാസമുണ്ട്, പിന്നെന്ത്? ഭാഗികമായ ബോധ്യമുണ്ട്, പൂർണ്ണ ബോധ്യമുണ്ട്. ഈ പൂർണ്ണ ബോധ്യത്തിൻ്റെ ഒരു അടയാളമാണ് നമ്മൾ കണ്ട ലൂക്കാ സുവിശേഷം 8:45, 46, 47 രക്തസ്രാവക്കാര രോഗി. ഇത് രണ്ടും കൊണ്ട് നമുക്ക് വാഗ്ദാനം രക്തസ്രാവക്കാര രോഗിയുടെ പൂർണ്ണ ബോധ്യം. അതുകൊണ്ടാണ് പല പ്രാവശ്യം അറ്റംപ്റ്റ് പരാജയപ്പെടുമ്പോഴും ഇവിടെ അവസാനം വരെ നിൽക്കുന്നതിൻ്റെ കാര്യം അവിടെ പൂർണ്ണ ബോധ്യം കൊണ്ടാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ചിലർക്ക് അതുകൊണ്ട് സാധിക്കും. പക്ഷെ ചിലർക്ക് വേറൊരു കണ്ടൻ്റ് ഉണ്ട് ഇതിനകത്ത്. വാഗ്ദാനം പ്രാപിക്കാനുള്ള മാർഗം ഞാൻ പറയുകയാണ്. ഉടമ്പടി എടുക്കുമ്പോൾ അത് ലഭിക്കാനുള്ള കുറച്ച് നോഹാവും ജ്ഞാനസൂത്രങ്ങളുണ്ട്. അതിലൊന്ന് എന്താ വെച്ചാൽ, ഒന്ന് പൂർണ്ണ ബോധ്യമുണ്ടാകണം. അപ്പം റോമ 4:21 അനുസരിച്ചുണ്ട്. പിന്നെ ഒന്നെന്താ? കണ്ടൻറ്റ് ഓഫ് സഫറിങ്. കണ്ടൻറ്റ് ഓഫ് സഫറിങ്. ഞാനിതെല്ലാം പറയണത് എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ ജനങ്ങളുടെ സാക്ഷ്യങ്ങൾ പരിശോധിച്ചിട്ട് അതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനങ്ങൾ എന്ത് പറയണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണിത് പറയണത്. അല്ല എവിടെ നോക്കി പറയണമല്ല. അപ്പോൾ ഈ കണ്ടൻറ്റ് ഓഫ് സഫറിങ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനകത്ത് ഏറ്റവും ടോപ്പ് എനിക്ക് സുവിശേഷത്തിൽ ഞാൻ പരിചയപ്പെട്ട ആൾ കാനങ്കാരിയാണ്. കാനങ്കാരി സൂപ്പറാണ്. അതായത് കാനങ്കാരിയുടെ പ്രശ്നം എന്താ? കാനങ്കാരിയുടെ പ്രശ്നം അവളുടെ മകള് പിശാച് ബാധിതയാണ്. ഒന്നാമത്തെ അവൾക്ക് അവകാശമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കാനനക്കാരിയാണ്, വിജാതി സ്ത്രീയാണ്, യഹൂദനല്ല, എബ്രാഹത്തിൻ്റെ സന്തതിയല്ല. അപ്പോൾ അതുകൊണ്ട് അവകാശമില്ലാത്തവരാണ് അവകാശം പ്രാപിക്കുന്ന രീതി നോക്കണം. ഇറ്റ് ഈസ് ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ. എന്താ ഇപ്പം നമ്മൾ എനിക്ക് വേണത് 8:27, 8:28 മത്തായി സ്ത്രീയുടെ സുവിശേഷത്തിൽ. അതായത് കാനൻകാരി വരുമ്പോഴേ അവൾ വന്ന് കർത്താവിനെ കാണും. അവൾക്ക് അവകാശമില്ല. കാര്യം എന്താണ്? അവൾ വിജാതി സ്ത്രീയാണ്, യഹൂദനല്ലെന്നർത്ഥം. അപ്പോൾ പിന്നെ ഔദാര്യമാണ് വേണ്ടത്, ഔദാര്യം. പക്ഷേ ഈ ഔദാര്യം ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ കർത്താവ് പറയും, മകളെ അത് അവകാശമാക്കി മാറ്റാൻ പറയും. അതായത് കാര്യം ഔദാര്യം കൊടുക്കാനല്ല ദൈവത്തിന് ഇഷ്ടം. അവൾ വിജാതിയരാണെന്നൊക്കെ പറയുന്ന മാനുഷ്യമായ അർത്ഥമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ യഹൂദനും മകൻ അവളും മകളാണ്. നാട്ടിൽ വിജാതിരൊക്കെ പറയുന്നില്ല, ദൈവം ഇത് പറയത്തില്ല. അവിടെയാണ് വിഷയം. ദൈവം അത് പറയത്തില്ല. കാരണം രണ്ടും ദൈവമല്ല എല്ലാത്തിനും സൃഷ്ടിച്ചത്. അത് കാരണം ദൈവമൊന്നും വിജാതിരാണെന്ന് സജാതിരാണെന്ന് ഒന്നും പറയത്തില്ല. അവൾ വിജാതി എന്ന രീതിയിൽ കെഞ്ചി സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം കർത്താവേ എന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുകയും ഔദാര്യമായതുകൊണ്ട് ഇവൾ ഇങ്ങനെ കെഞ്ചി നിലവിളിച്ചാണ് ഇവൾ ചോദിക്കണമല്ല. അവൾ ഒരു കോൺഫിഡൻസ് അവൾക്കില്ല. അപ്പോൾ ഔദാര്യമാണ്. അപ്പോൾ ഈശോ പറയും, മോളെ ഔദാര്യമല്ല, നീ വിജാതിയുടെ കാര്യം ശരി, അതൊക്കെ നാട്ടിൽ പറയണ വർത്തമാനമാണ്, അത് എന്നോട് പറയണ്ട. നീ അവകാശിയാണ്, നീ അവകാശത്തിൽ ചോദിക്കാൻ പറയും. അവൾക്കത് അറിയത്തില്ലല്ല. കർത്താവ് ഈ ഔദാര്യത്തിൽ നിന്ന് ഇവരുടെ പ്രാർത്ഥനയെ അവകാശത്തിലേക്ക് കൺവേർട്ട് ചെയ്യണത് അടിപൊളിയായിട്ടുള്ള ഒരു ഭയങ്കരമായ പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വിസ്മയകരമായ ഒരു കാഴ്ചയാണ്. കർത്താവ് മൈൻഡ് ചെയ്യത്തില്ല ആദ്യം ഇവളെ. കാര്യം എന്താണ്? ഇവൾ ഔദാര്യം കൈപ്പറ്റാൻ വന്നിരിക്കണല്ലേ, മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ പത്രോസ് ഇടപെടും. പത്രോസിനോട് ഇവർ പറയും, ഇവൾ മധ്യസ്ഥ പ്രാർത്ഥന വെക്കും. അമ്മയാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കളിയൊന്നും നടക്കത്തില്ലായിരുന്നു. അമ്മ ഈശോയോട് പറഞ്ഞാണ്, അവളെ പറഞ്ഞു വിടാൻ പറഞ്ഞാണ്. പത്രോസ് പറഞ്ഞിട്ട് പത്രോസിന് മധ്യസ്ഥ പ്രാർത്ഥന അവിടെ ഏറ്റില്ല. പത്രോസ് പറഞ്ഞ, കർത്താവേ നമ്മുടെ കൂടെ ഇവളെ കരഞ്ഞു തല്ലി വരുന്നല്ലോ, അവളെ പറഞ്ഞു വിടാൻ പറയും. അപ്പോൾ ആ മധ്യസ്ഥ പ്രാർത്ഥന ഏക്കാതെ വന്നപ്പോൾ അതിന് ഈശോ പറയണത് കുറച്ചുകൂടി കട്ടിയായ ഒരു സാധനമാണ്. എന്താ പറയണത്? അതായത് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. കാര്യം ഇവളുടെ ചോദ്യം നായ്ക്കളെ പോലെയാണ്, വാല് വാട്ടി കിടന്നുകൊണ്ട് നിലയും വിളിച്ചുകൊണ്ട്. ഈശോയ്ക്ക് അത് ഇഷ്ടമില്ല. അതങ്ങനെ അവൾ ചോദിക്കാൻ ആഗ്രഹിക്കണില്ല. കാര്യം യഹൂദനായാലും അവളായാലും ഈശോയുടെ മുമ്പിൽ ഒന്നാണ്. പക്ഷേ യഹൂദന്മാർ പറയണത് ഇവരൊക്കെ വിജാതികളാണ്, പട്ടികളാണെന്ന് പറയും. ആ ഒരു മനോഭാവത്തിൽ ഈശോ പറഞ്ഞ് ചേഞ്ച് ചെയ്യ്, ഇതിൻ്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യ്. ഔദാര്യത്തിന് വേണ്ടി കെഞ്ചണ, ധർമ്മത്തിന് വേണ്ടി തെണ്ടണ സ്റ്റൈല് മാറ്റിയിട്ട് നീ അവകാശത്തോട് ചോദിക്കാൻ പറയും. അതുകൊണ്ട് ഈശോ അതിനുവേണ്ടി അവളെ കൊണ്ട് ചോദിപ്പിക്കാൻ വേണ്ടി പറയും, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കണം വിഹിതമല്ലെന്ന് പറയും.
അതോടുകൂടി അപ്പോസ്തലന്മാരെല്ലാം ഐസടിച്ചു പോകും. പക്ഷേ അവളപ്പോൾ ഒരു കാര്യം, അവളത് അവകാശം പ്രഖ്യാപിക്കും. എന്താ അവകാശം പറയണത്? അവൾ പറയണത് അവകാശം, അവൾ കർത്താവേ നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നായ്ക്കുട്ടികൾ യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്നത് ഭക്ഷിക്കാറുണ്ടല്ലോ. അപ്പം അവകാശമായി, യജമാനായി, ദൈവം യജമാനാണ്. ഇത് അവകാശത്തിൻ്റെ തലത്തിലേക്ക് ഇവിടെ അത് വായിച്ചുള്ളത് സുവിശേഷം 15:26-28. കർത്താവേ, നായ്ക്കളും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ അവള് അവകാശമാണെന്നാണ് പറയണത്. ഇപ്പം നേരത്തെ ഔദാര്യം പറഞ്ഞ ആൾ ഇപ്പം പറയണത് എന്താണ്? കർത്താവ് അവകാശമാണ്, ഞാൻ പട്ടിയാണ്, നീ യജമാനാണ് ഞാൻ നിൻ്റെ പട്ടിക്കുഞ്ഞ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം? മേശയുടെ താഴെ വീഴണതാണ്, വീട്ടിലാണ് താമസിക്കുന്ന പട്ടി, പുറത്തല്ല. അതായത് അതുകൊണ്ട് ഞാൻ അവകാശിയാണെന്ന് പറയും. അവൾ അവകാശിയാണെന്ന് പറഞ്ഞ ഉടനെ ഈശോ പറയും, "Woman, your faith is great." അത് ഈശോ പറയണത്, ഈശോയുടെ എല്ലാ കോശങ്ങളും ഒരുമിച്ച് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ആ സാധനം പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, "Woman, your faith is great." നിൻ്റെ വിശ്വാസം വലുതാണ്. ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈശോ നടത്തി കഷ്ടപ്പെടുത്തിയത്. ഇവളെ പള്ളി പറഞ്ഞ് നടത്തി കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? ഈശോക്ക് ഇത് പറയണം. എന്തിനു പറയണം? ഈശോ എപ്പോഴും ടാർഗറ്റ് ചെയ്യണത് ഇതുപോലുള്ള വിശ്വാസം ഞാൻ ഇസ്രയേലിൽ പോലും കണ്ടിട്ടില്ലെന്നൊക്കെ പറയുന്നതാണ്. ഇസ്രയേൽക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കോളറും വെച്ച് നടക്കുമ്പോൾ അവരെക്കാൾ സുന്ദരമായൊരു മക്കളെ കിഴക്ക് നിന്നും പടിഞ്ഞാറെന്നും അനേകം പേര് വന്ന് സ്വർഗരാജ്യത്തെ വിരുന്നനുഭവിക്കാം. രാജ്യത്തിലെ സന്തതികളെ പുറത്തുള്ള അന്ധകാരത്തേക്ക് തള്ളപ്പെടുമെന്ന്. ശ്രുതികട്ടെ, ഹല്ലേലൂയ, ശ്രുതികട്ടെ, ഹല്ലേലൂയ, 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 കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദൈവം അതിലൊരു വാഗ്ദാനം പ്രാപിക്കാൻ പൂർണ്ണബോധം മാത്രം പോരാ, പിന്നെന്ത് വേണം? ദർ മസ്റ്റ് ബി എ കണ്ടന്റ് ഓഫ് സഫറിങ്. എന്തെങ്കിലും ഒരു ക്ലേശത്തിൻ്റെ ഒരു കണ്ടന്റ് വേണം. ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന വ്യക്തികളായാലും ശരി, അത് നിറവേറണമെങ്കിൽ ഒരു ക്ലേശത്തിൻ്റെ കണ്ടന്റ്. ഇപ്പം ഇവിടില്ലേ കാനംകാരി എങ്ങനെയാണ് നേടിയത്? വാഗ്ദാനം പ്രാപിച്ചത് എങ്ങനെയാണ്? ഒരു സഫറിങ് കണ്ടൻറ്റ് ദൈവം തന്നെ ഉണ്ടാക്കി കൊടുത്തു. എന്താ പറഞ്ഞത്? മക്കളുടെ അപ്പമെടുത്ത് പട്ടികൾക്ക് കൊടുക്കുക വിഹിതമല്ല എന്ന് പറയുമ്പോൾ ആക്ഷേപങ്ങൾ കിട്ടിയ സഫറിങ് കണ്ടൻറ്റാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി ദൈവം കൊടുക്കുന്ന സഫറിങ് ടൈമാണ്. സഫറിങ് ടൈം അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെബ്രായ ലേഖനം 10:36 വായിക്കണം. ഹെബ്രായർ 10:36. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈ പ്രശ്നം. ആ സഹനശക്തി എന്ന് പറഞ്ഞ സംഭവമില്ലേ, അതാണ് ഈ കാനംകാരിക്ക് കൊടുക്കുന്നത്. കുറേ നായിട്ട് നടത്തിയിട്ട് ഒരു ഡോസ്, ഒരു നെഗറ്റീവ് കേസ് കയറ്റി വിടും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഇപ്പം നിങ്ങളിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഇപ്പം കിട്ടുമെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്ത രീതിയിലേക്ക് ആ സാധനം കയ്യിൽ നിന്ന് വിട്ടുപോകണ പോലെ തോന്നിയാൽ നീ എന്ത് ചെയ്യണം? ഈ രക്തസ്രാവക്കാര രോഗിയെപ്പോലെ, ഈ കാനംകാരിയെപ്പോലെ നിൻ്റെ വിശ്വാസം റീഇൻസ്റ്റേറ്റ് ചെയ്യണം. നീ അത് ഇട്ടും പോകരുത്, റീഇൻസ്റ്റേറ്റ് ചെയ്യണം. എന്താ കാര്യം? ഒരു സഫറിങ് കണ്ടൻറ്റ് എൻ്റെ തരുകയാണ്. എന്താ കാര്യം? അതായത് വാഗ്ദാനം പ്രാപിക്കണമെങ്കിൽ പൂർണ്ണ ബോധം ഉണ്ടാകണമെന്നുള്ള, അവബോധം ഉണ്ടാകണമെന്നുള്ളത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഭാഗികമായ ബോധം പോരാ. അപസ്മാരോഗ്യയുടെ അപ്പനെ പോലെ ഭാഗികമായ ബോധം പോരാ, പൂർണ്ണ അവബോധം ഉണ്ടാകണമെന്ന് 4:21 റോമലേഖനം പറയുമ്പോൾ തന്നെ വാഗ്ദാനം പ്രാപിക്കാൻ പൂർണ്ണ അവബോധം മാത്രം പോരാ. ഉടമ്പടിയിൽ നീ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ പ്രാപിക്കാൻ പൂർണ്ണ അവബോധം മാത്രം പോരാ. ചില കാര്യങ്ങൾ പ്രാപിക്കാൻ വേണ്ടി നിനക്ക്
സഹനശക്തി വേണം. ആ വചനം ഒന്നിട്ട് വായിച്ചേ, 36 ഹെബ്രായർ 10:36. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹനം ശക്തിയോടെ, അതായത് കഷ്ടത, സഹനശീലം, ആത്മധൈര്യം പ്രത്യാശ നമുക്ക് നൽകുന്നു. പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വേണമെന്നായി പറയണത് ദൈവത്തിൻ്റെ സ്നേഹമെന്തെന്നറിയുന്നു. അപ്പം ലാഗ് ചെയ്താലും അത് ദൈവത്തിൻ്റെ സ്നേഹമായിട്ട് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേണം. ഉടമ്പടി ടാർഗറ്റ് ചെയ്യണത് പരിശുദ്ധാത്മാവിനെയാണ്. അതുകൊണ്ട് നീ ഉടമ്പടി പ്രാർത്ഥന ചെയ്യുമ്പോഴും പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവിനെ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കാം. സ്തുതിക്കട്ടെ. ഒരു നിമിഷം നമ്മൾക്ക് കൈകളെ വിരിച്ചു പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളും ഇനി ഉടമ്പടി എടുക്കാൻ പോകുന്നവരാണെങ്കിൽ ഉടമ്പടി വെക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളും സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ വിഷയങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ശ്രദ്ധിക്കാം. വലിയ കർത്താവിൻ്റെ വെളിപാട് ധ്യാനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഈ സെക്കൻഡ് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റും. ഈശോയുടെ തിരുസന്നിധിയിൽ നിന്നാണ് ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുന്നത്. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥമാണ് നിങ്ങൾക്ക് ലഭിക്കണതെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു നിമിഷം വിചാരിച്ചാൽ മതി. ഈ വിഷയത്തിൽ അച്ഛൻ പറയണതും പറയാത്തതും ആരെല്ലാം എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വേദനിക്കുന്നു അവിടെ മേലെല്ലാം കർത്താവിന് വിശുദ്ധമായ രക്തം തളിക്കപ്പെടും. അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. നിങ്ങൾക്ക് ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശ്രുതികട്ടെ. കർത്താവേ, ആത്മാവിൻ്റെ ശരീരത്തിനും വൈദ്യനുമായ യേശു ക്രിസ്തുവേ, വൈദ്യശാസ്ത്രത്തിൻ്റെ ഇഞ്ചക്ഷൻ സൂചിക്കും മരുന്നിനും കടന്നുചെല്ലാത്ത മനുഷ്യന്റെ ഗാഥലങ്ങളെ മുറിവേറ്റ ചിന്തകളിലെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലെ കാഥിലേക്ക് ഭീതിയിലെ കർത്താവേ, അങ്ങനെ പരിശുദ്ധാത്മാ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭയമുള്ളവര്, ഉത്കണ്ഠയുള്ളവര്, ഉറക്കമില്ലാത്തവര്, പ്രഷർ കയറിയിരിക്കുന്നവര്, മാരകമായ രോഗങ്ങളാൽ വേദനിക്കുന്നവര്, ആശുപത്രിയിലായാലും വീട്ടിലായാലും വഴിയിലായാലും അന്യനാടുകളായാലും വിദേശത്തായാലും ക്രിസ്തുവിന്റെ നാമത്തിൽ അമ്മ മാതാവിന്റെ മധ്യത്വത്തില് 36 കൊല്ലം അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസാത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്താൽ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ഉടമ്പടി മറ്റു വിഷയങ്ങളുമെല്ലാം ദൈവികമായി ഇടപെടലുണ്ടാകട്ടെ. ശുദ്ധിക്കട്ടെ കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ജോലിയില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉള്ള ജോലിയിലെ വേണ്ടത്ര വരുമാനമില്ലാത്തവരെ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, വീടില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വീട് റിപ്പയറിംഗിലായ കാരണം സാമ്പത്തികമായ ഒരു സഹായവും കിട്ടാൻ നിവൃത്തിയില്ലാത്തവരെ ഉടമ്പടിയിൽ സമർപ്പിക്കുന്നു. പരീക്ഷ എഴുതുന്ന മക്കളെ, ഒരുങ്ങുന്ന മക്കളെ, തെറ്റായ പ്രണയബന്ധങ്ങളില് കുടുങ്ങിപ്പോയവര്, പ്രാർത്ഥന നഷ്ടപ്പെട്ടവര്, വിശ്വാസം കുറഞ്ഞു പോയവര്, സാമ്പത്തിക തകർച്ചയുള്ളവര്, സ്ഥലമില്ലാത്തവര്, ആകെ ഉടമ്പടി നടക്കാത്തവര്, വഴിയില്ലാത്തവര്, വെള്ളം പോലും കിട്ടാത്തവര് അങ്ങനെ തിരുസന്നിധിയില് ഏറ്റെടുക്കണമേ. സങ്കടങ്ങളെ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിൽ ഏൽപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാക്ഷികളെ സാക്ഷികളാക്കണമേ. കർത്താവേ, ഉടമ്പടി നിറയ്ക്കൂ.